അഡ്വക്കേറ്റ് അരുൺകുമാർ, പൊതുമരാമത്ത് വകുപ്പിനെതിരെയുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ്. മറുപടി നൽകാം. എനിക്ക് കുറച്ച് സമയം തന്നെ, കാരണം കഴിഞ്ഞ അരമണിക്കൂറായി ഞാൻ രണ്ടുപേരുടെയും വാദം കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ പരസ്പര വിരുദ്ധമായ, നിയമവിരുദ്ധമായ പരാമർശങ്ങൾ മാത്രമാണ് BJPയുടെ പ്രതിനിധിയും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും നടത്തുന്നത്. അതോടൊപ്പം തന്നെ തന്റെ വ്യക്തിവിരോധം തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി കുറെ ദുരാരോപണങ്ങൾ, കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ വ്യക്തിത്വം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ PW മിനിസ്റ്ററെ കൊണ്ടുപോയി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്രയും ചടുലതയോടെ പ്രവർത്തിക്കുന്ന, ദിവസത്തിൽ 10-18 മണിക്കൂർ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന യുവാക്കളുടെ ആവേശകരമായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ പുകഴ്ത്തിയിട്ട് അധികം മാസമായില്ല. നിരവധി തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കേരളത്തിന്റെ PWD വകുപ്പിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേട്ടങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിരവധി പോസ്റ്റിട്ട വ്യക്തിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ വന്ന ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയാണ്, കാട്ടിലൂടെയും തോട്ടിലൂടെയും എല്ലാം പാത വെട്ടുന്നവരാണ് ദേശീയപാത അതോറിറ്റി. ആ DPR ഇവിടെ ഉപയോഗിച്ചില്ല. ഏത് കാട്ടിലും തോട്ടിലും റോഡ് നിർമ്മിക്കുന്നതിന്റെ DPR, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക? ഇവിടെ ഓരോ റീച്ചിനും ഓരോ DPR ആണ്. ഓരോ റീച്ചിനും ഓരോ DPR, ഓരോ കൺസൾട്ടൻസി ഏൽപ്പിക്കുന്നു. ആ കൺസൾട്ടൻസിയാണ് അലൈൻമെന്റ് നിർണ്ണയിക്കുന്നു. ആ അലൈൻമെന്റ് ദേശീയപാത അതോറിറ്റിക്ക് കൊടുക്കുന്നു. അവർ അപ്രൂവൽ ചെയ്യുന്നു. അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു. അതിനുശേഷം കരാറുകാരെ ഏൽപ്പിക്കുന്നു. എല്ലാ പ്രക്രിയയും നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയല്ലേ? അദ്ദേഹം പറയുമ്പോൾ ഒരു വാക്കുപോലും ദേശീയ അതോറിറ്റിക്കെതിരെ പറയുന്നില്ല. മറിച്ച് എല്ലാം PW മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് കല്ല് എവിടെ പൊട്ടിക്കണം, മണൽ എവിടെ കൊണ്ടുപോയി ഇടണം, മണ്ണ് എവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യണം എന്നുവരെ തീരുമാനിക്കുന്ന ഈ ഓഫീസാണെന്ന് ആരോപണത്തിന്റെ കുന്തമുന പോയി നിൽക്കുന്നത്. അവസാനം പറയുന്നത് ഇവിടുത്തെ ക്വാറികൾ അടച്ചു കിടക്കുകയാണ്. ആ ക്വാറികൾ അമിതമായി പൊട്ടിച്ചതിന്റെ ഫൈൻ അടയ്ക്കാൻ എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ച് ക്വാറിയുടെ ഉടമകൾ നടക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? ഏതെങ്കിലും ഒരു രേഖ, ഒരു കൃത്യമായിട്ടുള്ള മെറിറ്റുള്ള ആരോപണമുണ്ടോ? ഹൈക്കോടതി പറഞ്ഞല്ലോ, ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷെ ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ വേണം, വസ്തുത വേണം. ശങ്കരാടി പറഞ്ഞ ഇതാണ് രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം, മൂത്തുപഴുത്തതല്ല ഞെക്കിപ്പഴുപ്പിച്ചതാണ്. ഇന്ത്യയിൽ ഒരു DYFIക്കാരന് വളരാൻ കഴിയുന്നത് ഏറ്റവും വലിയ പോസ്റ്റ് ഉണ്ട്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ആ അഖിലേന്ത്യാ പ്രസിഡന്റായി വർഷങ്ങൾ പ്രവർത്തിച്ച് വടക്കേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിൽ വരെ DYFI പ്രവർത്തനത്തിന്റെ ഭാഗമായി യുവാക്കളെ സംഘടിപ്പിച്ച് നിരവധി ജയിലുകളിൽ കിടന്ന് ഇലക്ട്രിക് ലാത്തിയും ജലപീരങ്കിയും തോക്കുകളും ഗ്രനേഡും നിറഞ്ഞു നിന്ന സമരമുഖത്തേക്ക് ഇറങ്ങി ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജുകൾ നേരിടേണ്ടി വന്ന ആ യുവജനങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് CPM-ന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയത്, മന്ത്രിയായത്. അത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവിടെയാ പറയുന്നത് ഞെക്കിപ്പഴിപ്പിച്ചതാണ്. PW വകുപ്പിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കിട്ടാതെ സമയബന്ധിതമായി ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റം വരുത്തി ലോകത്ത് കണ്ടിരിക്കേണ്ട 50 പ്രദേശങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലൊന്നായി ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ മാറുന്ന, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു, മറ്റു മന്ത്രിമാരെ ആക്രമിക്കുന്നു. 9 വർഷമായി ഇവിടെ പ്രതിപക്ഷം, മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ പൊതുമണ്ഡലത്തിൽ ശരിവെച്ചിട്ടുണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബലൂൺ പൊട്ടുന്നത് പോലെ, കുമിള പൊട്ടുന്നത് പോലെ ഓരോ ആരോപണവും പോയിട്ടുണ്ട്. ഇവിടെ ദേശീയപാതയുടെ DPR, കൺസൾട്ടൻസ്, അതുപോലെ തന്നെ അലൈൻമെന്റ്, ടെൻഡർ, കരാറുകാരെ കണ്ടെത്തൽ, നിർമ്മാണ മേൽനോട്ടം എല്ലാം വഹിച്ച ദേശീയപാത അതോറിറ്റി, ആ അതോറിറ്റി തന്നെയാണ് ഇന്ന് കരാറുകാർക്ക് ഡീബാർ ചെയ്തത്. ഇന്ത്യ സംസ്ഥാന ഈ കരാറുകാർ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങാറുണ്ടായിരുന്നോ? അതേപോലെ തന്നെ ഹൈക്കോടതി ഡീബാർ ചെയ്യപ്പെട്ട ഈ കരാറുകാർ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയിരുന്നോ? അല്ല, എന്ത് ചോദ്യമാണ്? മന്ത്രിയുടെ ഓഫീസിൽ പല ആളുകളും വരും, ജനങ്ങൾ വരും, അതുപോലെ തന്നെ കൺസൾട്ടൻസി എടുത്തവർ വരും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വരും. അതൊക്കെ വന്നോ പോയോ? പക്ഷെ ഇവിടെ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആരോടാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെ? സംസ്ഥാന ഗവൺമെന്റിനോടല്ലല്ലോ, PWDയോട് അല്ലല്ലോ. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിയോടാണ്. കാരണം ഇത് ദേശീയപാത എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയല്ലേ. ശരി, ദേശീയപാതയാണ്. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു അതിനു മുമ്പ് അവകാശവാദം ഉന്നയിച്ചത്? ഞങ്ങളുടെ നേട്ടം എന്ന നിലയ്ക്ക് അവകാശവാദം എല്ലാ ഘട്ടത്തിലും ദേശീയപാത നിങ്ങളുടെ വികസന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യ വരിയിൽ തന്നെ ദേശീയപാത ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന അപകടത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഭാഗികമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൽ ആ മുതൽ ക്ഷ വരെ ഞങ്ങളല്ല കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പറയുന്നത് നിങ്ങൾ ജനങ്ങളോടാണല്ലോ.
അല്ല ഞാൻ ഇവിടെ ഒറ്റ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. തൃണമൂലിന്റെ പ്രതിനിധി പറയാ ഛത്തീസ്ഗഡിൽ ഭൂമി ഏറ്റെടുത്തില്ലേ, ബംഗാളിൽ ഭൂമി ഏറ്റെടുത്തില്ലേ? കൃത്യമായി പറയുന്നു. നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ എ റഹീം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേരളത്തിൽ മാത്രമാണ് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കിയത്, അത് ഇത്ര രൂപയാണെന്ന് അവിടെ പാർലമെന്റ് രേഖയുടെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി 5580 കോടി രൂപ അന്നും പിന്നീട് മൊത്തം 6000 കോടി രൂപ മുടക്കി. ആ മുടക്കിയതിന്റെ ഭാഗമായി കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ നിന്ന് 6000 കോടി രൂപ വെട്ടിക്കുറച്ചു. അപ്പോൾ 12000 കോടി രൂപ ഈ കേരളത്തിന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അതിന്റെ മേൽനോട്ടം എന്ന രീതിയിൽ വിവിധ സാങ്ഷനുകൾ, വിവിധ വകുപ്പുകളുടെ സാങ്ഷനുകൾ, ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം, വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം, ഈ സമരത്തെയെല്ലാം മാന്യമായി അഡ്രസ് ചെയ്ത് ഏറ്റവും അന്തസ്സോടെ നഷ്ടപരിഹാരം കൊടുത്ത് ആ സമരം ഒത്തുതീർപ്പാക്കി സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നേതൃത്വം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പണം മുടക്കിയിരിക്കുന്നു, മാന്യമായ നഷ്ടപരിഹാരം നേടിക്കൊടുത്തിരിക്കുന്നു എന്നൊക്കെ തന്നെ അവകാശവാദമായി ഉന്നയിക്കാം. അങ്ങനെ പണം നൽകുമ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയില്ലേ? ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. ഇവിടെ കൊങ്കൺ റെയിൽവേ പണിതപ്പോ 50 തവണയാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഈ കർണാടകത്തിലെ ദേശീയപാതയുടെ മണ്ണിടിഞ്ഞ് വലിയ ലോറികൾ വരെ വെള്ളത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ഓരോ മഴ വരുമ്പോഴും വെള്ളം കയറി റൺവേ അടക്കം നിറഞ്ഞു പോകുന്നതിന്റെ കാരണം കണ്ടെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ്, അത് പരിഹരിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഏത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പാകത്തിന് ഈ രാജ്യത്ത് എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ദേശീയപാത അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തും, ആ ചർച്ചയുടെ ഭാഗമായി കുറവുകൾ കണ്ടെത്തും, അത് പരിഹരിക്കും, സമയബന്ധിതമായി നാടിന് സമർപ്പിക്കും. അതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരിയായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആ BJPയുടെ ആ ഉള്ളിലെ ആ ഇതുണ്ടല്ലോ, അങ്ങോട്ട് സമവാക്യം, ആ സമവാക്യത്തിന്റെ ഭാഗമായി ദേശീയ പ്രസിഡന്റിന്റെ ഒപ്പം നിന്ന് നിതിൻ ഗഡ്കരിയെ ഒന്ന് ആക്രമിക്കണം. എന്നിട്ട് പറയാണ് അലൈൻമെന്റ് മാറ്റി, ആര് മാറ്റി, DPR മാറ്റി, ആരെപ്പോ മാറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് രേഖ വേണം. ഇതൊക്കെ ആരാ മാറ്റുന്നത്? എല്ലാം ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ. റീജിയണൽ ഓഫീസർ ഉണ്ട് കേരളത്തിൽ, അദ്ദേഹത്തിന്റെ കീഴിൽ ഓരോ റീച്ചിനും പ്രത്യേകമായിട്ട് ചുമതലക്കാരുണ്ട്. ഉണ്ടെങ്കിൽ വസ്തുതാപരമായിട്ട് അന്വേഷിക്കട്ടെ, നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെ തലയിൽ വെക്കണം. PWD വകുപ്പിനെ ആക്രമിക്കണം, മന്ത്രിയെ ആക്രമിക്കണം. PWD പിന്നെ ഈ നടത്തിയ യോഗങ്ങൾ എന്തായിരുന്നു? ആക്രമണം അല്ലല്ല, ഈ പറയുന്ന ഈ ആഴ്ചതോറുമുള്ള യോഗം എന്തായിരുന്നു? ഈ ഫീൽഡ് വിസിറ്റ് എന്തായിരുന്നു? എന്താണ് ഈ ഫീൽഡിൽ പോയി ചെയ്തിരുന്നത്? ഒറ്റ മിനിറ്റ്. ഓരോ റീച്ചിലും പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളുണ്ടോ, വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് കിട്ടാനുണ്ടോ, ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ലൈൻ മാറ്റാനുണ്ടോ, അതുപോലെ തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരം കിട്ടാനുണ്ടോ, ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മന്ത്രി പറഞ്ഞതാണ് ഞാൻ ചോദിച്ചത്. മന്ത്രിയുടെ വാചകങ്ങളാണ്. ജനത്തെ കാണുന്നു, ജനപ്രതിനിധികളെ കാണുന്നു. ജനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകും. അത് കൃത്യമായി എവിടെ പ്രശ്നങ്ങളുണ്ടോ, ഈ സ്വന്തമായി ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാവും, പരിഭവം ഉണ്ടാവും. അവർക്കെല്ലാം മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഇനി എന്റെ ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന രൂപത്തിലേക്ക് ഈ നാടിനെ പാകപ്പെടുത്തിയത് LDF ഗവൺമെന്റ് അല്ലേ? ഇത്തരത്തിൽ മേൽനോട്ടം കൊടുത്തത് കൊണ്ടല്ലേ സമയബന്ധിതമായി പൂർത്തീകരിച്ച്. അങ്ങ് എന്തെങ്കിലും കണ്ണൂർക്ക് പോകുമെങ്കിൽ ആ മാഹി തലശ്ശേരി ആ റൂട്ടക്കിലൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. കാരണം മനോഹരമായ രീതിയിൽ നിരവധി സ്ട്രെച്ചുകൾ പണി പൂർത്തീകരിച്ചു. അതിനിടയിലാണ് ഈ 2-3 സ്ട്രെച്ചുകളുടെ പ്രശ്നം. അത് പരിശോധിച്ച് പരിഹരിക്കാൻ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർക്ക് കഴിയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.